എത്തിയ നമ്മുടെ എല്ലാമായ ശ്രീ വൈശാഖൻ സാർ അവർകളെ ആദ്യമായി സ്വാഗത അക്കാദമിയുടെ തുടക്കക്കാരിൽ ഒരാളും കൂടിയായ പല തിരക്കുകൾക്കിടയിലും നമ്മെ കൊമേഴ്സ് പഠിപ്പിച്ച വളരെ സൗമ്യമായി എല്ലാവരോടും ഇടപഴകുന്ന തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഇപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മണികണ്ഠനെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹപാഠികളായ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതിലുപരി ഒരു കാര്യം കൂടി അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആർട്സ് അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ നല്ല സ്ഥാനമാനങ്ങളിൽ ആർട്സ് അക്കാദമി വിശിഷ്ടാതിഥികൾ കാരണം ഇത്രയും വലിയ മഹത്തായ ഒരു വ്യക്തി നമ്മൾ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഞങ്ങൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആയിരക്കണക്കിന് വേദികളിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അക്കാദമി അധ്യക്ഷനായിരിക്കും അല്ലാത്ത കാലത്ത്. പക്ഷേ ഇത്രയും അപൂർവമായ ഒരു സംഗമം തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ട ആളാണ്. എനിക്ക് അത്ഭുതം തോന്നി ഷീജി ആദ്യം വിളിച്ച് പറഞ്ഞപ്പോൾ. ഇങ്ങനെ പിരിഞ്ഞു പോയിട്ട് നിങ്ങളെ പലരെയും കാണാൻ പറ്റിയിട്ടില്ല. ഒന്ന് രണ്ട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്യാമ നമ്മളവിടെ പഠിച്ചിരുന്ന ശ്യാമ ഇൻ്റർവ്യൂവിനായിട്ട് സാഹിത്യ അക്കാദമി വന്നപ്പോൾ ഞാനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ശ്യാമ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സാറാണ് ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലായി. ശ്യാമ സെലക്ട് ചെയ്തായിരുന്നു 2-3 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റാണ്. പിന്നെ ഞാൻ ഷാർജ ദുബായിൽ പോയപ്പോൾ ഷീജ വന്നു. എന്നിട്ട് ഷീജയുടെ വീട്ടിൽ പോയി. അതിനുശേഷം ഞങ്ങളുടെ മകൻ പോയപ്പോഴും ഷീജയുടെ വീട്ടിലാണ് താമസിച്ചത്. അങ്ങനെ ഗാന്ധിമതി ആണെങ്കിൽ ബോംബെയിൽ പോയപ്പോൾ ഞാനത് മറന്നുപോയി. ഗാന്ധിമതി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ബോംബെയിൽ ചെന്നപ്പോൾ ഗാന്ധിമതി അതിനുവേണ്ടി അവിടെ വന്നിരുന്നു. ഞാൻ കാണാൻ പറ്റി.
ഇപ്പം നിങ്ങളിങ്ങനെ ചെയ്യുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാം അത് നയിക്കുന്നത് സ്നേഹമാണ്, നിങ്ങളെ നയിക്കുന്നത്. അതെനിക്ക് വലിയ സന്തോഷം തോന്നി മണികണ്ഠൻ സംസാരിക്കുമ്പോഴും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. കാരണം വെറും പഠിപ്പിക്കൽ മാത്രമല്ല ഇവരാരും. ഈ ജയചന്ദ്രനൊക്കെ ഭയങ്കര വേഗതയിൽ സംസാരിക്കുന്ന ആളായിരുന്നു, ഹൈ സ്പീഡായിരുന്നു. ഇപ്പം സ്പീഡ് അതുപോലെ ഉണ്ണികൃഷ്ണനെ കണ്ട ഒരു സോക്രട്ടീസിൻ്റെ ലുക്കില്ലേ, പണ്ട് സോക്രട്ടീസ് ആയിരുന്നു പഴയ കാലത്ത്. അതുപോലെ മുരളിയാണെങ്കിൽ കോളേജ് പ്രിൻസിപ്പളായിട്ട് വൈസ് പ്രിൻസിപ്പളായി. പ്രസാദിനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും കാണുന്നത് ചിറ്റൂർ നടന്ന ഒരു പാഞ്ചജന്യം ചലച്ചിത്രോത്സവം. അത് ചെന്നപ്പോൾ പ്രസാദിനെ കണ്ടത്. കുറെ നാളായി ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. മുരളിയെ ഇടയ്ക്ക് കാണാറുണ്ട്. മുരളിയുടെ മകൾ പഠിക്കുന്ന കോളേജിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയിരുന്നു. അല്ലേ, നെഹ്റു കോളേജ് കോയമ്പത്തൂർ. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഭാരം വഹിച്ചുള്ള യാത്രയാണ്. ആ യാത്രയെ നമുക്ക് ലഘൂകരിക്കാൻ സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങളാണ്. അത് അങ്ങനെ കണ്ടുമുട്ടിയതിന് ശേഷം അനേക വർഷങ്ങൾ ഇന്ന് കിട്ടുന്ന ഈ എനർജി, ഈ ഊർജം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വലിയ സവിശേഷത. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മോളൊരു നല്ല അധ്യാപികയാണ്. അവൾ ഇരിക്കുമ്പോൾ പറയാൻ പാടില്ല. പക്ഷേ മോളെ കാണാൻ കുട്ടികൾ വരികയും അവളുടെ പിറന്നാളിന് സാരിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നി. ഇപ്പം മോളുടെ അപ്പുറത്തി ഞാൻ, അതായത് 33-32 വർഷം മുമ്പ് പഠിപ്പിച്ച കുട്ടികൾ അവർ വലുതായിട്ട് നമ്മളെ ഓർക്കുന്നു. ഇവരെല്ലാം വിളിച്ചു വരുത്തി. അത് ഞാൻ ആദ്യം വിചാരിച്ച് ഇവരെല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഗാന്ധിമതിയാണെങ്കിൽ ബോംബെയിലാണല്ലോ. ഉണ്ണീഷിൻ്റെ നമ്പർ തെറ്റിച്ച എൻ്റെ ഉണ്ടായിരുന്നു, അതിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. പ്രസാദിൻ്റെ നമ്പർ എൻ്റെ പിന്നെ കിട്ടി. ജയചന്ദ്രനെ ആദ്യമായിട്ട് പിന്നെ കാണുന്നത്, അതിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ നയിക്കുന്നത് ഈ അവാർഡുകൾ കിട്ടുന്നതിനെ കുറിച്ച് MT പറഞ്ഞൊരു വാചകമുണ്ട്. എനിക്ക് ഒരുപാട് അവാർഡുകൾ വന്നപ്പോഴും ഒരിക്കലും ഞാൻ അറിയാതെ കിട്ടുന്ന അവാർഡുകളാണ്. പക്ഷെ പല അവാർഡുകൾ ആളുകൾ ബലം പ്രയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതുണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെയാണ് ഈ അവാർഡുകളെല്ലാം കിട്ടുന്നത്. ഈ വിശിഷ്ടാംഗത്വം അങ്ങനെ തന്നെയാണ്. MT പറഞ്ഞ വാചകം അതൊരു പാഥേയമാണ് എന്നാണ് MT പറഞ്ഞത്. അതെ, പൊതിച്ചോറാണത്, വഴിച്ചോറ്. അപ്പൊ ഈ സംഗമം നിങ്ങൾക്ക് ഒരു പാഥേയമാണ്. ഇനി മുമ്പോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ ഒരു പൊതിച്ചോറായി നിങ്ങളുടെ കയ്യിൽ ഈ സംഗമം ഉണ്ടാവും, എല്ലാവരും ഒരുമിച്ച് ചേർന്നത്. എനിക്ക് ചായകൾ ഓർമ്മ വരുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത്. പക്ഷെ 2-3 തവണ നോക്കി കഴിയുമ്പോൾ എനിക്ക് പഴയ കുട്ടികളായിട്ട് കാണാൻ പറ്റും. പിന്നെ വന്ന് കണ്ടിട്ടുള്ള ഒരാളൊരു ജോർജ് ഉണ്ട്.